ഇറാൻ US വെടിനിർത്തൽ അവസാനിച്ചെന്ന് ഓർമ്മിപ്പിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾ തുടരണമെന്ന് ഇറാന്റെ ആവശ്യം അംഗീകരിക്കുന്നു. എന്നാൽ ഉപാധികളോടെ ചർച്ചകൾ തുടരാൻ ആവില്ലെന്നും ട്രംപ് സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ഹോർമുസിലെ തടസ്സങ്ങൾ അവസാനിച്ചതായി ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇന്ന് വരെ ഇറാന് US അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, വിശദാംശങ്ങൾ. കൃഷ്ണപ്രിയ, തീർച്ചയായും അതിശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് വീണ്ടും ട്രംപിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. സമൂഹ മാധ്യമ പോസ്റ്റിൽ അത്തരത്തിലൊരു കൃത്യമായ നിരീക്ഷണം അല്ലെങ്കിൽ നിലപാട് തന്നെയാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ അന്ത്യശാസനമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. അതായത് വെടിനിർത്തൽ അവസാനിച്ചിരിക്കുന്നു, വെടിനിർത്തൽ ധാരണ ഇപ്പോൾ നിലവിലില്ല. ഏതു സമയത്തും ആക്രമണത്തിനുള്ള നീക്കങ്ങൾ നടത്താനുള്ള തീരുമാനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാവുക എന്ന് ഏതാണ്ട് കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു നിർണായക നിർദ്ദേശം കൂടി അദ്ദേഹം നൽകിയിരിക്കുന്നത് ചർച്ചകൾ തുടരാനുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് ഇറാനാണ്. അത് അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഉപാധികൾ, ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ, അതായത് നേരത്തെ നമുക്കറിയാം ഹോർമുസിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് ഫീസ് ഈടാക്കണമെന്ന ആവശ്യം, അത്തരത്തിലുള്ള വിചിത്രങ്ങളായ പല ആവശ്യങ്ങളും ഇറാൻ മുന്നോട്ട് വെച്ചിരുന്നു. അത്തരം ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചുകൊണ്ടുള്ള ചർച്ചകൾ സാധ്യമല്ല എന്ന കൃത്യമായ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മറ്റൊരു നിർണായക പരാമർശം കൂടി അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ US ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് സമൂഹ മാധ്യമ പോസ്റ്റിൽ ഉൾപ്പെടാത്ത US ഭാഗത്തു നിന്നുണ്ടായ കൃത്യമായ ഒരു അറിയിപ്പിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഹോർമൂസിലെ ഉപരോധങ്ങൾ നീക്കി സ്വതന്ത്ര കപ്പൽ ഗതാഗതം ഉറപ്പാക്കുന്നതിനുള്ള തീരുമാനം ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപിക്കണം ഔദ്യോഗികമായി എന്നൊരു ആവശ്യം കൂടി ഇപ്പോൾ അമേരിക്ക മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കൃത്യമായ ഒരു നിലപാട് ഇറാനെതിരെ അമേരിക്ക സ്വീകരിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയൊരു ഇടവേള, ആക്രമണങ്ങൾക്ക് ശേഷം ചെറിയൊരു ഇടവേള, ദിവസങ്ങളിൽ മാത്രം ഇടവേള നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു അന്തിമ മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നത് ഏറെ ഗൗരവത്തോടെ വീക്ഷിക്കപ്പെടേണ്ട ഒരു സാഹചര്യവുമുണ്ട്. കൃഷ്ണപ്രിയ. ഐസൺ, അമേരിക്ക നൽകിയ ഈ നിലപാടിനോട് ഇറാൻ എങ്ങനെയാണ് പ്രതികരിച്ചിട്ടുള്ളത്? കൃഷ്ണപ്രിയ, ഇറാൻ ഇത് സംബന്ധിച്ചുള്ള പ്രതികരണം എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മധ്യസ്ഥ രാഷ്ട്രങ്ങളുമായുള്ള ഒരു ഇടപെടലാണ് പ്രധാനമായും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും പറയുന്നത് ഖത്തറിന്റെ ഭാഗത്ത് നിന്നും ഒരു നിർദ്ദേശം, അതുപോലെ തന്നെ പല മധ്യസ്ഥ രാഷ്ട്രങ്ങളുടെ ഭാഗത്തു നിന്നും നിലപാടുകൾ ഉണ്ടാവുന്നുണ്ട്. ഇന്ന് ചർച്ചകൾ പുനരാരംഭിക്കണം എന്നൊരു നീക്കമായിരുന്നു നേരത്തെ നടത്തിയതെങ്കിൽ അത്തരം ഒരു സംവിധാനങ്ങളൊന്നും മുന്നോട്ട് പോകുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ചർച്ചകൾ തുടരാമെന്ന നിലപാട് അമേരിക്ക അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇറാൻ ഇക്കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് തീർച്ചയായും ഒരു US മുന്നോട്ട് വെച്ച നിലപാടുകളെ അംഗീകരിക്കില്ല എന്ന സൂചന തന്നെയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോർമൂസിലെ നിയന്ത്രണം തങ്ങളുടെ കൈവശം കൊണ്ടുവരാനുള്ള ഒരു നീക്കമാണ്. അതിന്റെ ഭാഗമായി ഒമാന്റെ പ്രദേശത്തുള്ള ഹോർമൂസിന്റെ ഭാഗങ്ങളിൽ പോലും നിരീക്ഷണം നടത്തുന്ന ഒരു നീക്കത്തിലേക്ക് പോലും, അത്രയും അന്താരാഷ്ട്ര ധാരണകളുടെ അപ്പുറത്ത് കടക്കുന്ന നീക്കങ്ങൾ പോലും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. അത്തരം നീക്കങ്ങളെല്ലാം തന്നെ നിർത്തിവെക്കണമെന്ന അമേരിക്കയുടെ ആവശ്യം ഇറാൻ അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് ന്യൂക്ലിയർ സംവിധാനങ്ങളുടെ പരിശോധനയുമാണ്. പക്ഷേ ഈ ഇപ്പോൾ വന്ന ചില സൂചനകൾ അനുസരിച്ച് ബുഷഹറിലൊക്കെ ചില ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങൾ കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഇറാൻ ദുർബലമായിരിക്കുകയാണ് എങ്കിൽ കൂടി ആവശ്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നതിൽ ചില നീക്കങ്ങൾ, ചില ആവശ്യങ്ങൾ തുടർച്ചയായി ഇറാൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അത് അംഗീകരിക്കാനാവില്ല എന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കൃഷ്ണപ്രിയ. ശരി ഐസൻ.